സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അല്പസമയം ദൈവത്തെ ചിന്തിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചുള്ള ചില കാര്യങ്ങളും കൂടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ നോക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1 മുതലുള്ള അധ്യായത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. നമ്മളെല്ലാ ദിവസവും അങ്ങനെ ആ മെസ്സേജ് അല്ല പറഞ്ഞത്, പക്ഷെ ഇടയ്ക്കിടയ്ക്കുള്ള സമയങ്ങളിൽ നമ്മൾ ആ മെസ്സേജ് നമ്മൾ എടുക്കാറുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമുക്ക് വേഗത്തിൽ ആ ദൈവവചന ചിന്തകളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. പ്രാരംഭത്തിൽ പറഞ്ഞ ഒരു കാര്യം മറക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തെ എന്തുവാണ്, വേറൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ പുസ്തകം എന്നും പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർ തങ്ങളുടെ ശക്തി കൊണ്ടല്ല അവരുടെ ശുശ്രൂഷ ചെയ്തത്, പിന്നെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് അവർ തങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് അപ്പോസ്തലന്മാർ അവരുടെ കഴിവിനാൽ ചെയ്ത ശുശ്രൂഷ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിനെന്തോ പറയാൻ പറ്റുന്നത്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ പുസ്തകമെന്നും ആ പുസ്തകത്തെ നമുക്ക് വിളിക്കാവുന്നതാണ്. ഹല്ലേലൂയ. മൊത്തം നമുക്ക് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ കർത്താവിന്റെ രാജ്യം സ്ഥാപിക്കാൻ, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ, യേശുവിന്റെ രക്ഷ എന്തെന്ന് ലോകർ അറിയാൻ വേണ്ടി അത് ഹൃദയങ്ങളിൽ ഗ്രഹിക്കുമാറാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെന്നൊക്കെ നമ്മൾ അതിൽ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് നമ്മൾ ഒരു പ്രധാനമായി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് നിർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വഴിയരികിൽ ഇരുന്നിരുന്ന മുടന്തൻ എന്ത് ചെയ്യുന്നു, സൗഖ്യം പ്രാപിച്ചതിന് ശേഷം അവിടെ സൗഖ്യം നടന്നു. ആ സൗഖ്യം നടക്കപ്പെടുന്നത് യേശുവിന്റെ നാമത്തിലാണ് അല്ലെ. അവർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്ന ആ നിമിഷം ദൈവാത്മാവിന്റെ ശക്തി എന്ത് ചെയ്തു, അവരുടെ ആ മുടന്തന്റെ കാലുകളിലേക്ക് വ്യാപരിച്ചു അല്ലെ. കാരണം കാലുകൾ എന്ത് ചെയ്യുകയായിരുന്നു, മുടന്തായിരുന്നു. അപ്പൊ ആ കാലുകളിലേക്ക് വ്യാപരിച്ച ദൈവപ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. അപ്പോ യേശുവിന്റെ നാമം പറഞ്ഞ ഉടനെ ദൈവാത്മാവിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുകയായിരുന്നു, അവിടെ ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ അപ്പോസ്തലനായ പത്രോസിനെ യോഹന്നാനെ പിടിച്ച് ചില ക്വസ്റ്റ്യനുകൾക്കായി പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു അല്ലെ. നിങ്ങൾ ഏത് നാമത്തിൽ, 4-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ ഏത് നാമത്തിന്റെ ശക്തിയാലാണ് ഈ വിടുതൽ നടന്നതെന്ന് ചോദിക്കുമ്പോൾ പത്രോസ് എന്ന് പറഞ്ഞ് ഇത് യേശുവിന്റെ നാമത്താൽ. ഹല്ലേലൂയ. ധൈര്യമായി പറഞ്ഞു ആരുടെ നാമത്താലാണ്, യേശുവിന്റെ നാമത്താലാണെന്ന് അവിടെ ധൈര്യമായി പറയാനിടയായതായി നമ്മൾ വേദപുസ്തകത്തിൽ എന്ത് ചെയ്യുന്നു കാണും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4:13 അപ്പോസ്തല പ്രവൃത്തികൾ 4:13 ഈ വാക്കുകളെ കേട്ടപ്പോൾ പത്രോസ് പറയുന്നതില് യേശുവിനെ എന്ത് ചെയ്തു, പിതാവായ ദൈവത്തിന്റെ മുൻനിർണയത്താൽ എന്ത് ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു എന്നും പിന്നീട് എന്ത് ചെയ്തു, ഉയർത്തെഴുന്നേറ്റു എന്നും പിതാവിന്റെ അടുക്കിലേക്ക് കയറിപ്പോയി എന്നും ആ നാമത്തിലാണ് എന്ത് ചെയ്യപ്പെട്ടത്, ഈ മുടന്തൻ സൗഖ്യമായെന്നും ഏറ്റു പറയുന്നത്. അപ്പൊ ഉടനെ 4:13 വായിച്ചു കഴിഞ്ഞാൽ 4:13 വായിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 4:13 അവർ പത്രോസിന്റെ യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യമായ മനുഷ്യരെന്ന് ഇവർ ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ അന്നത്തെ ശുശ്രൂഷകർക്ക് എന്തില്ല, വലിയ പഠിപ്പ് വിദ്യാഭ്യാസമൊന്നും അവർക്കില്ല. ഹല്ലേലൂയ. പക്ഷെ ഒന്നുണ്ട്, എന്താണ്, കർത്താവായ യേശുവിനെ കുറിച്ചുള്ള അറിവും കർത്താവിന്റെ രക്ഷയും പരിശുദ്ധാത്മാവിന്റെ നിറവും. മറന്നുപോയി. അതാണ് ലോകത്തെ മാറ്റിമറിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞേ. ശരി. അപ്പൊ ഇവര് ഈ ന്യായാധിപ സംഘം നോക്കിയ ഉടനെ അവര് കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, ഈ സാക്ഷ്യം പറയുന്ന ഈ ശിഷ്യന്മാർ 2 പേർ, പത്രോസ്, യോഹന്നാൻ, അവര് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്നും അവരെന്താണ്
അവർ പഠിപ്പില്ലാത്തവരും സാധാരണക്കാരായ ജനവുമാണെന്ന് അറിഞ്ഞ് അവരുടെ ധൈര്യം കണ്ടപ്പോൾ എന്ത് ചെയ്തു പോയി? അവർക്ക് ആശ്ചര്യം തോന്നി. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ധൈര്യം വന്നത് നിങ്ങൾ പറഞ്ഞു? എന്തുകൊണ്ടാണ് പത്രോസും യോഹന്നാനും ഈ യേശുവിനെ ഉയർത്തുമ്പോൾ ധൈര്യം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്കുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആണല്ലേ? ആണല്ലേ? നമ്മളതിന്റെ 4:7-8 എന്ന് വായിച്ച് 4:7-8 അപ്പോസ്തലപത്രം. പത്രോസ് പിടിച്ച നടുവ് നിർത്തിയപ്പോ എന്താ സംഭവിച്ചേ? ശരി, ശ്രദ്ധിച്ചത് ഏത് ശക്തിയാലോ ഏത് നാമത്താലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ എന്തുവാണ്? പത്രോസ് എങ്ങനെ പറയുന്നത്? പത്രോസ് എങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്? പത്രോസ് എങ്ങനെ പറഞ്ഞെന്നാ പറയുന്നത്? പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ത് ചെയ്യുകയാണ്? അവരോട് മറുപടി പറയുകയാണ്. അപ്പൊ ഇവർക്ക് ലഭിച്ച ധൈര്യം എവിടെ വന്നാണ്? പരിശുദ്ധാത്മാവിന്റെ നിറവിനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ധൈര്യം കണ്ടപ്പോ ആ കേട്ടോണ്ടിരുന്ന ന്യായാധിപ സംഘത്തിന് പോലും എന്ത് തോന്നി? അത്ഭുതം തോന്നി, അവർക്ക് അതിശയം തോന്നി. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന കർത്താവേ, തിരുവനന്തപുരത്തും കേരളത്തിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്യട്ടെ? ധൈര്യത്തോടെ യേശുവിനെ ഉയർത്തട്ടെ. ധൈര്യത്തോടെ എന്ത് ചെയ്യട്ടെ? യേശുവിനെ ഉയർത്തട്ടെ. പ്രാർത്ഥിക്കാമോ? ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഒരു വാക്ക് നമ്മളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ ഒരുമിച്ച് തിരുവനന്തപുരത്തും കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ദൈവദാസന്മാരും ശുശ്രൂഷകരും ദൈവമക്കൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ധൈര്യമുള്ളവരായി പ്രാഗൽഭ്യത്തോടെ യേശുവിനെ ഉയർത്തി പറയുവാൻ, പ്രാഗൽഭ്യത്തോടെ യേശുവിൻ്റെ നാമത്തെ പറയാനുള്ള ദൈവകൃപ എല്ലാ മേഖലയിലും പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർ ഏതൊക്കെ മേഖലയിൽ കടന്നു ചെല്ലുമോ, എവിടെയൊക്കെ കടന്നു ചെല്ലുമോ അവിടെ യേശുവിന്റെ നാമത്തെ ഉയർത്താനുള്ള പ്രാഗൽഭ്യം കൊടുക്കണമേ അപ്പ. അതിന് തടസ്സമായി അതിനെതിരായി വ്യാപരിക്കുന്ന സകല പ്രവർത്തനങ്ങളും യേശുവിന്റെ നാമത്തിൽ തകർന്ന് നിർവീര്യമായിട്ടെന്ന് കൽപ്പിക്കുന്നു. ദൈവമല്ലാതെ വ്യാപരിക്കുന്ന എല്ലാ പഠിപ്പിക്കലുകളും, ദൈവമല്ലാതെ വ്യാപരിക്കുന്ന സകല ചിന്താഗതികളും യേശുവിന്റെ നാമത്തിൽ, ദൈവമല്ലാത്തതെല്ലാം യേശുവിന്റെ നാമത്തിൽ തകർന്ന് നിർവീര്യമായി പോകട്ടെ. ഹല്ലേലൂയ. രക്ഷിക്കുന്ന ഏക നാമം എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞതുപോലെ മറ്റൊരുത്തനെ യേശു നാമം തന്നെ. ആമേൻ. അവിടെ പത്രോസ് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വിളിച്ചു പറഞ്ഞേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പറഞ്ഞ വാക്കെന്താണ്? മറ്റൊരുത്തലിനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടും. അല്ലെ? സൗഖ്യം മാത്രമല്ല. അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ? നിങ്ങൾ ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ന്യായാധിപ സംഘം പറയുന്നൊരു വാക്കുണ്ട്. എന്തുവാണ്? ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരാൻ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ ശ്രമിക്കുകയാണ്. ആ രക്തം ഞങ്ങളുടെ മേൽ വരാൻ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് നാമത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പറയുകയാണ് യേശുവിൻ്റെ നാമത്തിലാണ് ഈ വിടുതലുകൾ നടക്കുന്നതെന്ന് പറഞ്ഞു. അല്ലേ? ആണല്ലേ? അത് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞങ്ങളെ കുറ്റക്കാരാക്കാൻ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഉടനെ അവർ പറയുകയാണ് നിങ്ങൾ കുറ്റക്കാരാകേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെടണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മതി. ഹല്ലേലൂയ. അതിന് വിളിച്ചു പറഞ്ഞ വാക്കാണെന്ന് പറയുന്നത്. മറ്റൊരുത്തന് രക്ഷയില്ല, രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? രക്ഷിക്കപ്പെടാം. അതിനെന്ത് ചെയ്യാം? ആകാശത്തിൻ്റെ മനുഷ്യന് നൽകപ്പെട്ട യേശുവിൻ്റെ നാമത്തെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാം, നിങ്ങൾക്കും പാപം ക്ഷമിക്കപ്പെടാം എന്ന് പത്രോസ് അവിടെ വിവരിച്ച് എന്ത് ചെയ്യുന്നു പറയും. നിങ്ങൾ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ അവരെ ധൈര്യത്തോടെ ഈ സുവിശേഷം പറയുമാറാക്കിയതാരാണ്? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവാണെന്നുള്ള കാര്യം ദയവായി എന്ത് ചെയ്യുക? മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഒരു വാക്യം കൂടെ വന്നിട്ട് താഴെയുള്ള വാക്യം 4:18 മുതലുള്ള വാക്യം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 4:18 മുതലുള്ള വാക്യം.
ശരി, ഉടനെ ഈ ന്യായാധിപ സംഘം വിളിച്ചിട്ട് കുറെ ആലോചനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിളിച്ചിട്ട് പറയുകയാണ്, ഇനി ആ നാമത്തിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ സംസാരിക്കരുത്, അടുത്ത ഉപദേശിക്കാനും ഈ നാമത്തിൽ ഉപദേശിക്കാനും പോകരുത്, അടുത്ത് എന്തെന്ത് ചെയ്യുന്ന പറയുന്നത് കൽപ്പിച്ചു. അടുത്ത് അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങൾ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് ചോദിച്ചു. അടുത്ത് ഞങ്ങൾക്കോ ഈ പദസന്ധിക്കണം എന്തുവാണ്? ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അപ്പം അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവര് ഈ ന്യായാധിപ സംഘം വിചാരിച്ചത് ഇവർക്കുള്ള ധൈര്യം എവിടെ നിന്നാണ്? പണ്ട് യേശുവിന്റെ കൂടെ നടന്നതുകൊണ്ടുള്ള ധൈര്യമാണ്. പക്ഷേ പത്രോസിനറിയാം അതിന്റെ ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് ആ സമയം ധൈര്യപ്പെടുത്തിയിട്ടാണ് എന്ത് കിട്ടിയത്? ധൈര്യം വന്നത്. ഹല്ലേലൂയ. അടുത്തിവിടെ പത്രോസ് പറയുന്ന ഒരു വാക്യം എന്ന് പറയാൻ, ഞങ്ങൾക്ക് ആരനുസരിച്ചേ പറ്റി? ദൈവത്തെ അനുസരിച്ച് പറ്റി. ഹല്ലേലൂയ. അതുപോലെ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ കഴിയുന്നതല്ല. അപ്പൊ അതിൻ്റെ അർത്ഥം ഇവര് ദിവസവും എന്ത് ചെയ്യുകയാണ്? ദൈവവചനത്തിൽ കൂടെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും കാണുകയാണ്, പിന്നെ എന്ത് ചെയ്യുകയാണ്? കേൾക്കുകയാണ്, കർത്താവിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? അറിയുകയാണ്, യേശുവാണ് കർത്താവെന്ന സത്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവര് ഈ ദിവസവും കർത്താവിനെ അറിയാൻ തക്കവണ്ണം ഇടയാക്കുന്നത് ആരാണ്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇവര് ദിവസവും കർത്താവുമായല്ലേ? ന്യായദിവസം വിചാരിച്ച് അവര് പണ്ടെപ്പോഴും യേശുവിനോടാണെന്നുള്ള ധൈര്യമാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന സംഭവം അങ്ങനെയാണ്. ദൈനംദിനം അവർ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുന്നത് കൊണ്ടാണ്. യേശു സ്വർഗത്തിലേക്ക് പോയെങ്കിലും ആ യേശു കർത്താവുമായുള്ള ബന്ധം അവർക്ക് ദൈനംദിനം ദൈവാത്മാവിലൂടെ എന്തുണ്ട്? അവർക്കുള്ളത് കൊണ്ട് അവർ ധൈര്യത്തോടെ എന്ത് ചെയ്യുകയായിരുന്നു? അവർക്ക് ആ കർത്താവുള്ള ബന്ധം ഉള്ളത് കൊണ്ടാണ് അവർക്ക് ധൈര്യമായി പറയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട്? ഞങ്ങൾ ആരെ അനുസരിക്കുകയുള്ളൂ? ദൈവത്തെ ഞങ്ങൾ അനുസരിക്കത്തുള്ളൂ എന്ന് ധൈര്യത്തോടെ പറഞ്ഞത്. ഹല്ലേലൂയ. എന്തായാലും അപ്പൊ ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം, ഇവർക്ക് ധൈര്യം കൊടുത്തത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അത് മാത്രമല്ല, ദൈനംദിനമുള്ള കർത്താവിൽ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുലുങ്ങാത്തവരായി ഉറച്ചു നിന്ന് കർത്താവായ യേശുവിന്റെ സാക്ഷ്യത്തെ ധൈര്യത്തോടെ അഭിഷേകത്തോടെ നിങ്ങൾക്ക് പറയാനായി കഴിയും എന്നത് വ്യക്തമായി ഇവിടെ നമുക്ക് വരച്ചു കാട്ടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നെ അതിനുശേഷം പത്രോസ് യോഹന്നാനും കൂടെ നേരെ പോയത് എങ്ങോട്ടാണ് പോയത്? ഈ പത്രോസ് യോഹന്നാൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിലായിരുന്നല്ലോ, ആണ് ന്യായാധിപ സംഘം. അതിനുശേഷം ഇവർ എങ്ങോട്ടാണ് പോയത്? പത്രോസ് യോഹന്നാൻ പോയത് എങ്ങോട്ടാണ്? സഭയിലേക്ക് അല്ലെ? സഭയിലേക്ക് അല്ലെ? യെരൂശലേമിലെ അവരുടെ കൂട്ടായ്മയിലേക്ക് അവർ കടന്നുപോയി അല്ലെ? അതിന്റെ 29 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവരവിടെ ചെന്നിട്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തെ എല്ലാം വിളിച്ചുകൂട്ടി, ദൈവമക്കളെ എല്ലാം വിളിച്ചുകൂട്ടിയിട്ട് അവർ ഒരുമിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു അല്ലെ? ഹല്ലേലൂയ. അവിടെ പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞ ഒരു കാര്യം അതിന്റെ 18 മുതലൊന്ന് വായിച്ച്. അതിന്റെ 20 മുതൽ വായിച്ചു. 4:29 മുതൽ വായിച്ചു. ശരി, അവർ ഒരുമിച്ച് പോയി സഭയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളായ ശബ്ദത്തെ ഓർക്കണം. എടുത്ത് സൗഖ്യമാക്കാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും അപ്പൊ ഈ കാര്യം മറന്നു. യേശുവിന്റെ നാമത്തിൽ അടയാളം അത്ഭുതം ഉണ്ടാക്കുന്നു. സൗഖ്യമാക്കാൻ കർത്താവിന്റെ കൈ എന്ത് ചെയ്യപ്പെടുന്നു? നീട്ടപ്പെടുന്നതിനാലും. അടുത്തെന്ത് സാധനം? നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ
പ്രസ്താവിക്കാൻ നിന്റെ ദാസന്മാർക്ക് എന്ത് തരണമേ? കൃപ തരണമേ. വെറുതെ ഇരിക്കാനല്ല, പ്രാഗൽഭ്യത്തോടെ പറയാൻ, അല്ലേ? പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ എന്ത് ചെയ്യണമേ? നിന്റെ ദാസന്മാർക്ക് കൃപ തരണം. ഇവിടെ എന്തോ സംഭവിച്ചത്? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തിരുവചനം എന്ത് ചെയ്തു? ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പൊ ഇതിന് പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ, ഈ ഭീഷണികളുടെ നടുവിലും ധൈര്യത്തോടെ പറയാനുള്ള ബലം ഞങ്ങൾക്ക് എല്ലാവർക്കും സഭയായി തരണം. ഹല്ലേലൂയ. കാരണം അപ്പോസ്തലന്മാരും ദൈവമക്കളും അല്ലെങ്കിൽ വചനം പറയുന്നവരെന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരല്ല. ശിഷ്യന്മാരായി പണിയപ്പെടുന്ന എല്ലാവരും എന്ത് ചെയ്യപ്പെടുന്നവരാണ്? ഈ വചനം അവരവർക്ക് കൊടുക്കുന്ന പ്രാപ്തിക്കനുസരിച്ച് ഷെയർ ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്, പറയാൻ വിളിക്കപ്പെട്ടവർ. ഓരോരുത്തരെയും ഉപയോഗിക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാകും, പക്ഷെ എല്ലാവർക്കും എന്തിനുള്ള കഴിവ് ദൈവം കൃപ കൊടുക്കുന്നുണ്ട്? ഈ സത്യം, അല്ലെ, പരിശുദ്ധമോ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്നാണ് യേശു പറഞ്ഞത്. ഇത് വഹിക്കാനായി എല്ലാവർക്കും വിളിയുണ്ട്. അപ്പൊ ഈ പക്ഷേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രാഗൽഭ്യത്തോടെ പറയാൻ, ഭീഷണികളുടെ നടുവിലും പ്രാഗൽഭ്യത്തോടെ പറയാൻ എന്ത് വേണം? ദൈവത്തിന്റെ ആത്മാവിന്റെ ധൈര്യം പകരപ്പെടേണ്ടത് ആവശ്യമാണ്. അതിന് ധൈര്യം തരാൻ പറഞ്ഞു. കർത്താവ് നിന്റെ നാമത്തിൽ സൗഖ്യം നടക്കുന്നു, വിടുതൽ നടക്കുന്നു. പക്ഷെ വേണമെന്ന് വെച്ചാൽ ഇപ്പൊ കർത്താവ് പ്രവർത്തിക്കുന്ന കാര്യം ഉറപ്പിച്ചു, ആ കാര്യം ഉറപ്പാണ്. പക്ഷെ ഇനി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാലേ എന്ത് ചെയ്യത്തുള്ളൂ? പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ എന്ത് കിടക്കുകയാണ്? ഒരു ഭീഷണി കിടക്കുകയാണ്. അപ്പൊ ഈ ഭീഷണിയുടെ നടുവിൽ ഒന്നേ പേടിച്ചെന്ത് ചെയ്യാം? പണ്ട് പെന്തക്കോസ്ത് നാളിന്റെ അതിന് മുമ്പ് ശിഷ്യന്മാര് കയറി മുറിയടച്ചവിടെ ഇരുന്നത് പോലെ, വീട്ടിനകത്തിരുന്നത് പോലെ വേണമെങ്കിൽ വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവർക്ക് വെളിയിലോട്ട് ഇറങ്ങി വീട് തോറും യേശുവിന്റെ സാക്ഷ്യം എന്ത് ചെയ്യാം? അറിയിക്കുക. ഇതിന് ഏതിനാണ് ചോയ്സ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, എന്തുവാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി ഒരു 21 ദിവസം ഇരിക്കുകയെന്നല്ല കർത്താവ് എന്ന് പറഞ്ഞാൽ ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് ചെയ്താൽ മതി? ധൈര്യത്തോടെ പറഞ്ഞോ, ഞാനത് പെർമിഷൻ തരികയാണ്. ആ പെർമിഷനായിട്ട് എന്ത് നൽകി? പരിശുദ്ധാത്മാവിന്റെ അടുത്ത ഒരു നിലവാരത്തിലുള്ള ഒരു നിറവ് അവരുടെ മേൽ പകരപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ഒരു കവറിങ് ആണ്, ഒരു പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ വേറെ ചിന്തകൾ എന്ത് ചെയ്യത്തില്ല, കയറി വരില്ല. സാക്ഷ്യം പറയാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യത്തില്ല? പേടി തോന്നത്തില്ല. ഹല്ലേലൂയ. പണ്ട് ഹിമാചൽ പ്രദേശിൽ ഞങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി പോയപ്പം പാസ്റ്റർ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അവിടെയാണെങ്കിൽ എന്തുണ്ട്? സുവിശേഷ നിരോധന ബില്ലുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ സുവിശേഷം പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ? ആരെങ്കിലും തടയാനൊക്കെ ശ്രമിക്കാം. ജയിലിലടച്ച് പിന്നെ കുറേ നാളത്തേക്ക് എന്ത് ചെയ്യത്തില്ല, പിന്നെ പുറത്ത് ജാമ്യമില്ലാത്ത കേസാണ് ഹിമാചൽ പ്രദേശിൽ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞാൽ പക്ഷെ നമുക്ക് സുവിശേഷം പറഞ്ഞേ പറ്റും, അപ്പോൾ നമുക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു സാധ്യത ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന പോലെ അവിടെ ഇരുന്നതിന് ശേഷം അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇറങ്ങി ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നതിനാണ് ഇങ്ങനെ ട്രാക്ട്, അല്ലെ, ഇപ്പോൾ സുവിശേഷ പ്രതികൾ എടുത്തിന് പാസ്റ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു RSSന്റെ ഫേസുള്ള ഒരു മനുഷ്യൻ കയറി വന്നു, ഹിന്ദു ഒരാൾ കയറി വന്നു. അയാളുടെ മോനും കൂടെ കടയിൽ വന്നതാണ്. അപ്പോഴാണ് ഞങ്ങൾ കടയുള്ള ആളിന് എന്ത് ചെയ്യുകയാണ്? ഇത് ലഘുലേഖ കൊടുക്കുക. അപ്പോൾ ഇത് കണ്ട ഉടനെ ഈ മനുഷ്യൻ അവിടെ കിടന്നത് ചാടി ഇറങ്ങിയിട്ട് വലിയ ആവേശം കാണിച്ചു. അയാൾ പറഞ്ഞു, ഇവിടെ ഈ മതം പ്രചരിപ്പിക്കാനൊന്നും പറ്റില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഈ സമയങ്ങൾ പോലീസിനെ വിളിക്കാൻ പോവുകയാണെന്ന്. ഉടനെ പാസ്റ്റർ പെട്ടെന്ന്, പാസ്റ്റർ പേടിയൊന്നുമില്ല, പാസ്റ്റർ ഉടനെ വാദം എന്ന് പറഞ്ഞു, എന്തുവാ ഇങ്ങനെ സംസാരിക്കുന്നത്? നാട്ടുകാരെടുത്ത് നോക്കിയിട്ട് പറഞ്ഞത്, ഇവിടെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ ഇത് എന്തുവാണ്? ഇതിന് ഒരു കാര്യം അറിഞ്ഞാലല്ലേ അത് സത്യമാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും, ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ ലഘുലേഖ ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? വിതരണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കട്ടെ, നിങ്ങൾക്ക് അറിയട്ടെ. ദൈവമാണ് എല്ലാ കടക്കാരന്മാരെന്ന് പറഞ്ഞ്, പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? അതെ, അറിയേണ്ടത് ചിലപ്പോൾ അവർ തലയിടുന്നത് പറഞ്ഞാൽ ആദ്യമൊക്കെ എല്ലാവർക്കും എന്ത് ചെയ്യണം? അറിയണം. അപ്പോൾ അല്ലേ, അറിയണ്ടേ? അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ അറിയണം. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട്, എന്തെങ്കിലും തെറ്റ് ഞങ്ങൾ ആരെയും കുറ്റം പറഞ്ഞില്ല, വിമർശിച്ചില്ല, ഞങ്ങൾ ചെയ്ത് തെറ്റുണ്ട്. അപ്പോൾ ഉടനെ ആ കടക്കാരന്മാരെല്ലാവരും തോന്നിയില്ല, ഒരു തെറ്റുമില്ല. ഉടനെ അയാൾക്കും അല്ലാതായിരുന്നു. അയാൾ പറഞ്ഞ്, നോക്കിക്കോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അയാൾക്ക് നിങ്ങൾക്കത് അറിയില്ലേ, ഇത് ക്രിസ്തീയ വിശ്വാസമാണ്, മതം പ്രചരിപ്പിക്കാൻ നോക്കാം. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇത് അങ്ങനെയൊന്നും അല്ല അവർ ചെയ്യുന്നത്, അവരിത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധനം തന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു.
ഉടനെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് അയാൾക്ക് കിട്ടി. നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്തു, അയാൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് മോനെ കൊണ്ടെന്ത് ചെയ്തു, നേരെ ഒരു പോക്ക് പോയി. അപ്പോൾ ഞാൻ മനസ്സ് വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യായിരിക്കും, ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോഴാറ്റ ഇവന്മാർ ഉടനെ ഫോണും കൊണ്ടാണ് ഇങ്ങനെ പോകണം, ചെവിയിൽ വെച്ചിട്ടാണ് പോകണം. അപ്പോൾ ഞാൻ എനിക്ക് മിക്കവാറും ഇയാൾ എന്ത് ചെയ്യായിരിക്കും, ആ ഗ്രാമത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഏറ്റവും ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യായിരിക്കും, വിളിച്ചുകൊണ്ട് വന്ന് ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയില്ല. ഈ പോലീസ് പിടിച്ചേറ്റുള്ളതായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ പിന്നെ അയാളെ പൊടി വരും കണ്ടിട്ടില്ല. ഞങ്ങൾ പോയ വഴിയിലൊക്കെ പോയി, ഒരു കുഴപ്പമില്ല. ട്രാക്ട് കൊടുക്കണമെന്ന് ട്രാക്ട് കൊടുക്കുകയും ചെയ്തു, സുരക്ഷിതം പറയുകയും ചെയ്ത് നേരെ ഒന്ന് പോവുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഇതിനുള്ള കാര്യമാണ്. അപ്പോൾ അവിടെ ബലപ്പെടുത്തിയത് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. കാരണം ഒരു ടെൻഷനോ പേടിയോ ഒന്നും വരാതെ വണ്ണം നമ്മെ മറയ്ക്കുന്നതാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇവര് പറയുകയാണ്, കർത്താവേ, ഭീഷണികളുടെ നടുവിൽ അങ്ങയുടെ സുവിശേഷം പറയാൻ ഞങ്ങൾക്ക് എന്ത് തരണമേ, കൃപ തരണമേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ എന്തുവാ ചെയ്യപ്പെട്ടെ? പരിശുദ്ധാത്മാവ് ഇറങ്ങി അവരെ നിറച്ചു. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങുമാറ് ദൈവശക്തി അവിടെ ഇറങ്ങി. ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ത് ചെയ്തു? ദൈവവചനം ധൈര്യത്തോടെ എന്ത് ചെയ്തു? പ്രസ്താവിച്ചു എന്ന് വേദപുസ്തകത്തിൽ കാണാനായി കഴിയും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് എന്ത് ചെയ്യുന്നത്? യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം ധൈര്യത്തോടെ പറയാനും പിന്നെ ജനങ്ങളെ സൗഖ്യത്തിലേക്ക് നടത്താനും ഭീഷണിയുടെ നടുവിലും ധൈര്യത്തോടെ പറയാനും എന്ത് ചെയ്തത്? ബലപ്പെടുത്തിയത് ആരാണ്? ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായം വായിക്കുമ്പോൾ 5-ന്റെ 3-4 വാക്യം ഒന്ന് വായിച്ച്. അപ്പോസ്തലപ്രവൃത്തികൾ 5-ന്റെ 3-4 വാക്യം. അവിടെ ഒരു പ്രത്യേക ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ന്റെ 3-4. അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടൊക്കെ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ്ടും പ്രാണനെ വിട്ട്. ശരി, ഈ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം ആദിമസഭയിലുണ്ടായ ഒരു വിഷയമാണ്. എന്തെന്നറിയാമോ? ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട് പത്രോസിന്റെ മുമ്പാകെ അവരൊരു നിലം വിറ്റിട്ട് അവർ കുറേ പൈസ അവരെടുത്ത് വെച്ചു. എന്നിട്ട് തങ്ങള് വിറ്റ പൈസ ഇതാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടൊക്കെ പറഞ്ഞു വെച്ചു. അല്ല, ഞങ്ങൾ വിറ്റതിൻ്റെ ഒരംശം ഇതാ എന്ന് പറഞ്ഞു വെച്ചേ കുഴപ്പമില്ല. പക്ഷെ അവർ നടിച്ചത് എന്താണ്? കാരണം അന്നത്തെ സമയത്ത് നമുക്കറിയാം അവരുടെ വീട് വിറ്റ് കാശ് കൊണ്ട് കൊടുത്തെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ വസ്തുവകകളിൽ ഉള്ളതിനെ എന്ത് ചെയ്തു? അവർക്ക് കൊടുക്കണമെന്ന്, ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുക്കണമെന്ന് തോന്നിയതിന് അവർ വിറ്റെന്ത് ചെയ്തു? ആ പൈസ കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽപ്പിന് കൊണ്ട് വയ്ക്കുമായിരുന്നു. അപ്പോൾ കുറേ പേര് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ദൈവാത്മാവ് എല്ലാവരും എന്ത് ചെയ്തു? വഴി നടക്കും സന്തോഷത്തോടെ. അത് കർത്താവിന്, കാരണം സഭയുടെ കെട്ടുറപ്പിനും അതിനുവേണ്ടി കൊടുക്കണമെന്നൊരു ചിന്ത എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവാത്മാവ് നൽകി. എല്ലാവരും വരിക, സന്തോഷത്തോടെ വരിക. അപ്പോഴാണ് ഈ അനന്യാസ സംഘടനയ്ക്ക് എന്ന് തോന്നിയത്? നമുക്കും കൊടുക്കാതിരുന്നാൽ കുറച്ചിലല്ലേ എന്ന് തോന്നിപ്പോയത്. ഹല്ലേലൂയ. അപ്പം ഇവർ ചിന്തിച്ചൊരു കാര്യം, ഇവർ വസ്തു വിറ്റു. അവർ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു, ഒന്നുകൂടെ വസ്തു വിൽക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തി വസ്തു വിറ്റു. അടുത്ത് ചെയ്തത് എന്താണ്? അതിൽ കുറേ ഭാഗം എടുത്തു വെച്ചിട്ട് ഒരംശം കൊണ്ട് കാൽക്കൽ വെച്ചിട്ട് എന്ത് ചെയ്തു? എല്ലാം വിറ്റു എന്നുള്ള, വിറ്റതിൻ്റെ പൈസയാണ്, ഞങ്ങൾ വസ്തു വിറ്റ് ആലയത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്ന വ്യാജേന വന്നെന്ത് ചെയ്തു? അപ്പോസ്തലന്മാർ എടുത്തു. ഹല്ലേലൂയ. അപ്പോൾ ഉടനെ പത്രോസ് പറയുന്ന വാക്കാണ് എന്താ പറഞ്ഞ് അവിടെ പറഞ്ഞ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വരെയും കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്, അല്ലേ? അപ്പൊ അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചു വന്നത്. ഹല്ലേലൂയ. പിന്നെ അടുത്ത പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിനെ പത്രോസ് പറയുന്ന വാക്കെന്ന് പറഞ്ഞ്, ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചതല്ല. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അവർക്ക് ആ ചിന്ത വന്നു, പക്ഷെ സാത്താനാണ് ആ ചിന്ത ഉൾട്ടെന്ന് അവർക്ക് മനസ്സിലായി. കാണാൻ തെറ്റായ ചിന്തയാണ്, അവരെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഹല്ലേലൂയ. പക്ഷെ അതിനങ്ങ് മനസ്സങ്ങ് വിട്ടുകൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇത് ശ്രദ്ധിച്ചോളൂ, ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നിരപ്പിൻ്റെ ഒരു വിഷയം നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അതിൽ ഇനി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, നിരപ്പ് പ്രാപിക്കേണ്ട എല്ലാവരും എന്ത് ചെയ്യണം? നിരപ്പ് പ്രാപിക്കണം. അത് പറഞ്ഞു കൊടുക്കുന്നത്, നിരപ്പ് പ്രാപിക്കേണ്ട എല്ലാവരും നിരപ്പ് പ്രാപിക്കേണ്ടതാണ്. കാരണം അല്ലാതെ ദൈവത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് ലെവലിലോട്ട് ഉയരാൻ പറ്റില്ല. നമ്മുടെ മനസ്സിലൊന്നും മനസ്സിലെല്ലാം എന്ത് ചെയ്യണം? ഒരു നിരപ്പിൻ്റെ ഒരു ശുശ്രൂഷ വെളിപ്പെടണം. ഹല്ലേലൂയ. കാരണം നമുക്ക് നേരെയുള്ള ദൈവസന്നിധിയിൽ വരണം. ഹല്ലേലൂയ. ഇവിടെ ഇപ്പം പരിശുദ്ധാത്മാവിനോട് എന്ത് ചെയ്യാൻ വ്യാജം കാണിച്ചതാണ്. പരിശുദ്ധ വ്യാജം കാണിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത്? നിലത്തിൻ്റെ ഒരു വിറ്റയിൽ കുറച്ച് ഭാഗം ഇതാന്ന് പറയുന്നത് ആ വച്ചിക്കെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ കുറേ ഭാഗം അവരെടുത്ത് വെച്ചു. പക്ഷെ വ്യാജം കാണിച്ചപ്പോൾ നീ മനുഷ്യരോടല്ല ദൈവത്തോട് എത്ര വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആ പറഞ്ഞ ഉടനെ അനന്യാസന്ധിയിൽ വീണ് മരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ആരാ വന്ന്? നമ്മുടെ അതിൻ്റെ ഭാര്യയായ സഫീറ കയറി. സഫീറ കയറി വന്നപ്പോൾ എന്തെങ്കിലും തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 8-ാം വാക്യം, പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്, ആ ചോദിക്കുന്ന ഇത്രത്തോളമോ ഇത്രയ്ക്കോ നീ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതേ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? ഉടനെ അവൾ എന്ത് ചെയ്തു? മരിച്ച് കാൽക്കന് മരിച്ചു വീഴും. ഹല്ലേലൂയ. അല്ലേ? തമ്മിൽ വ്യാജം മനലെ ഒരു കാവടിയും കാണിക്കാൻ എന്ത് ചെയ്തു? ഒരുമിച്ച് മനസ്സ് വെച്ചു. ഇതിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യാജം കാണിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്ത് കാണുന്നു. പ്രത്യേകിച്ച് ദൈവസഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തി നടക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകരുത്? ദൈവഹിതത്തിന് ഓപ്പോസിറ്റായ പ്രവണതകൾ നമ്മളിൽ ഉണ്ടാകരുത്. ഉണ്ടാകാതെ നമ്മളെ തന്നെ സൂക്ഷിക്കാനാണ് പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് ചില കർത്താവിൻ്റെ വഴികളെക്കുറിച്ച് അറിവില്ലാത്തവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് ചെയ്യും? ശ്രമിക്കും. നമുക്ക് കറക്റ്റ് ചെയ്യാൻ കർത്താവ് അവസരം തരും. പക്ഷെ നന്നായിട്ട് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിഞ്ഞിട്ട് വഴി തെറ്റിദ്ധരിച്ച് പോയാൽ അവിടെ എന്ത് ചെയ്യപ്പെടും? അവിടെ ദൈവത്തിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിച്ച് പോയാൽ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവോട് വ്യാജം കാണിച്ചു പോയാൽ. ഹല്ലേലൂയ. ബൈബിളിൽ പരിശുദ്ധാത്മാവിന് നേരെയുള്ള വിഷയങ്ങൾ ദൈവം എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്രമാത്രം സീരിയസ് ആയ ഒരു വിഷയമായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ കെനിത്തിയായിരുന്ന ദൈവദാസൻ പറയുന്നതായിട്ട്, ഇത് ഇപ്പൊ ഒരു ദൈവസഭയ്ക്കകത്ത് ഒരാൾ നിന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ആവുന്നുമില്ല, പണ്ടേ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചിട്ടുണ്ട്, പരിശുദ്ധ നിറവൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ദൈവദാസൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ വിഷയം വിട്ടാണ്. ഇപ്പോൾ ഒരാൾ എന്നിട്ട് പറയാം, നിങ്ങൾക്കത് അറിയില്ല, ഒരു വിഷയത്തെക്കുറിച്ച് അറിയില്ല, അനുഭവം ഇല്ലെങ്കിൽ അനുഭവം കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, ദൈവം എനിക്ക് ആ കൃപ എന്ത് ചെയ്യണമേ? തരണമേ. അല്ലാതെ ആ കൃപ പ്രാപിച്ചവരെ കുറ്റം പറയാൻ ബൈബിളിൻ്റെ വ്യവസ്ഥയില്ല. അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സഭയെടുത്ത് ഒരു ഉപദേശം പറയുക, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ദൈവദാസം പ്രസംഗിക്കുകയാണെന്ന് വിചാരിക്കും. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. അപ്പം അതിന് ക്ലിയർ ചെയ്യണമെങ്കിൽ തെറ്റായി പഠിപ്പിക്കാതെ എന്ത് ചെയ്യുക? എനിക്ക് ഈ കാര്യം എനിക്ക് അത്ര മനസ്സിലായിട്ടില്ല, ഞാൻ 2-3 ദിവസം ഒന്ന് ആലോചിച്ചോണ്ട് പിന്നീട് ഞാൻ കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ആ വിഷയം എന്ത് ചെയ്യുക? തൊടാൻ പോകരുത്, ഒന്ന് വിടുക. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. മനസ്സിലാവുന്നത്. ഈ അന്യഭാഷ വരാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ചിലർ അന്യഭാഷയെ കളിയാണ്. ഈ അറിഞ്ഞൂടാതെ പറയുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ ഒരാൾക്ക് അറിയില്ല, അറിയാതെ എന്ത് ചെയ്തു പോയി വിമർശിച്ചു പോയി, അറിയാതെ, അത് തെറ്റാണ്. പക്ഷെ നന്നായി അറിഞ്ഞിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ, ദൈവം അവസരം കൊടുത്തിട്ട് വിമർശിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? ഇത് ശ്രദ്ധിക്കണം. പരിശുദ്ധങ്ങളുടെ നേരെയുള്ള ദൂഷണത്തിന് ഉള്ള ശിക്ഷ എന്ന് നമുക്കറിയാലോ. യേശു എന്ന് പറഞ്ഞ് ഈ കാലത്തിന് ക്ഷമിക്കുകയില്ല, വരാനുള്ള കാലത്തിന് ക്ഷമിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഒരു പോയിന്റിലെത്തുമ്പം മാനസാന്തരപ്പെട്ടില്ലേ എന്ത് വരുമെന്നറിയാമോ? വേറെ എത്ര പേര് പ്രാർത്ഥിച്ചാലും അതിനൊരു നീക്കുപോക്കില്ലാതെ അലഞ്ഞു നടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു വിഷയത്തിന് വേണ്ടി എത്രയോ പേരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കാൻ വിളിച്ചാലും
ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യണമെന്നില്ല. കാരണം എന്ത് ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന് എതിരായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് എതിർത്ത് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകളെയൊക്കെ എന്ത് ചെയ്യുക, ക്ഷമ ചോദിക്കുക. മനസ്സിലാണ്? കുറവുകളെയൊക്കെ ക്ഷമ ചോദിക്കുക. പല വിഷയങ്ങൾക്ക് നീക്കുപോക്ക് വരാത്തതിന് കാരണം പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം പറഞ്ഞിട്ട് ഒരു കുറ്റവും ഇല്ലാതെ ഒരു കുലുക്കവും ഇല്ലാതെ നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ദൈവത്തെ പൗലോസ് ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര ദുഷ്ടനായിരുന്നു, നീചനായിരുന്നു. അല്ലെ പൗലോസ് പറയുന്നില്ല, എല്ലാ പാപികളിലും ഞാനായിരുന്നു പ്രധാനി. പക്ഷെ ഞാൻ അറിവില്ലായതിനാൽ ചെയ്യാതായതുകൊണ്ട് എനിക്ക് എന്ത് ലഭിച്ചു? ക്ഷമ ലഭിച്ചു. അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവ് കൊണ്ടായിരുന്നു, പക്ഷെ അവൻ അറിയില്ല. യഥാർത്ഥ ഒരു അറിവ് ഇവിടെ വന്നിട്ടില്ല, ഹൃദയത്തിൽ വന്നിട്ട്. അത് ആർക്ക് മനസ്സിലായി? കർത്താവിന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് താൻ കർത്താവ് തന്നെ രക്ഷിച്ച സമയത്ത് ആദ്യം കഴിഞ്ഞ ദൈവത്തോട് ക്ഷമ ചോദിക്കാനും നിരക്ക് പ്രാപിക്കാനും താൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം കരുണ കാണിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ പരിശുദ്ധമായ നേരെയുള്ള പ്രത്യേകിച്ച് വ്യാജം കാണിക്കുന്നത് ദൈവത്തിന് എന്താണ് വല്ലാത്ത ഇഷ്ടക്കേടുള്ള കാര്യമാണെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ട്. കാരണം പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചാണ്, ദൈവത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ സഹായിക്കാൻ വേണ്ടി, അല്ലേ? അങ്ങനെയല്ലേ സഹായകൻ വരുമെന്നല്ലേ പറഞ്ഞേക്കുന്നത്? ആശ്വാസപ്രദൻ, അല്ലെ? ആശ്വാസപ്രദനായ കാര്യസ്ഥൻ, നോക്കി നടത്താൻ കാര്യസ്ഥൻ, അല്ലെ? ആണോ അല്ലേ? ഹല്ലേലൂയ. ഈ സർവശക്തന്റെ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ വസിക്കാൻ, എൻ്റെ ഉള്ളത്തിൽ നല്ല പെർഫെക്റ്റ് ആയ ആളല്ല ഞാൻ. പക്ഷെ യേശുവിന്റെ രക്തം എനിക്കൊരു ശുദ്ധീകരണ ഉള്ളിൽ തന്നു എന്നുള്ള കാരണത്താൽ, യേശു ക്രിസ്തു എനിക്കൊരു പൂർണ്ണത തന്നു എന്നുള്ള കാരണത്താൽ, യേശു ക്രിസ്തുവിനോട് നമുക്ക് എന്ത് ലഭിക്കുകയാണ്? ദൈവത്തിന്റെ മക്കളായി മാറി എന്നുള്ള കാരണത്താൽ എൻ്റെ ഉള്ളത്തിൽ വന്ന് എന്ത് ചെയ്യുന്നു? ദൈവാത്മാവ് വസിക്കാൻ വന്ന് എൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് എന്നെ നേർവഴികളിൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കാൻ സഹായിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നുവെച്ചാൽ എന്തുമാത്രം പ്രശ്നങ്ങൾ വരുന്നു, എന്തുമാത്രം പ്രലോഭനങ്ങൾ വരുന്നു. ഇതിന്റെ നടുവില് എന്നെ വിട്ടുപോകാതെ, അല്ലെ ബൈബിൾ പറയുന്നത്? അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ, നിങ്ങൾ സത്യത്തിന്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. എപ്പോഴത്തേക്ക് വേണ്ടിയാണ്? എന്നേക്കും കൂടെ ഇരിക്കാൻ വേണ്ടി, അല്ല വന്നിട്ട് പോകാനല്ല. പഴയ ദൈവത്തിനാണെങ്കിൽ പരിശുദ്ധ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുമായിരുന്നു? ഓരോരുത്തരുടെ മേൽ വരുമായിരുന്നു, എന്നിട്ട് അങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇത് വന്നിട്ട് പോകാനല്ല, വന്ന് എന്നേക്കും വസിക്കാനാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളത്തിലെത്തിയത്. അപ്പൊ അങ്ങനെ വന്ന് ക്ഷമയോടെ സ്നേഹത്തോടെ നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവമായിട്ട് സംസാരിക്കാൻ എത്രയോ പ്രാവശ്യം നമ്മൾ മറന്നിരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ നമ്മുടെ ഹൃദയത്തിന് താല്പര്യം നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. വചനം വായിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ ചെറിയ താല്പര്യം ഇടത്തുണ്ട്. കർത്താവ് ഫോഴ്സ് ചെയ്യില്ല, നമ്മളെ പിടിച്ച് തള്ളില്ല, അല്ലേ? ആണല്ലേ? അത് ആ കാരണത്താൽ നമ്മൾ എത്രയോ തവണ എന്ത് ചെയ്തിട്ടുണ്ട്? കർത്താവ് പ്രാർത്ഥിക്കാൻ പ്രേരണ തന്നു, വചനം വായിക്കാൻ ഒരു ചെറിയൊരു പ്രേരണ ഉള്ളിൽ വരുന്നത് പോലെ തോന്നി. അപ്പോഴൊക്കെ എത്രയോ തവണ നമ്മൾ നോ പറ്റില്ല കർത്താവ്, എനിക്ക് വേറെ തിരക്ക് ഉണ്ട്. ചിലരെന്ത് പറയാം, എനിക്ക് IPL ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ക്രിക്കറ്റ് ഞാൻ കണ്ടതിന് ശേഷം എന്ത് ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടുന്ന ആൾക്കാരാണ്. ചില ആൾക്കാരാണെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമാണോ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ കുറേ കാര്യങ്ങൾ, എത്രയോ കാര്യം. ഇതെല്ലാം ഓടുമ്പോഴും ക്ഷമയോടെ സ്നേഹത്തോടെ മക്കളെ പോട്ടെ. നേരത്തെ പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്യില്ല, കുറ്റം വിധിക്കില്ല. നമ്മളെ എപ്പോഴും കാണുമ്പോൾ നമ്മുടെ അടുത്ത് എന്താണ്? ഫ്രഷ് സ്നേഹമാണ്, പുതിയ സ്നേഹമാണ്, അല്ലേ? ആണല്ലേ? കർത്താവ് നമ്മുടെ അടുത്ത് ഇടപെടുമ്പോൾ എപ്പോഴെങ്കിലും ആണ്, ഇന്നലെ നീ എൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്ത് നീ പറഞ്ഞപ്പോൾ ഇരുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നിന്നെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. എന്ത് കർത്താവ് പറയുന്നത്? മൈൻഡില്ലെന്ന് പറയുന്നത് ഇല്ല. ഇന്ന് എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്ത് കർത്താവ് സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഫ്രഷ് സ്നേഹമാണ്, ഫ്രഷ് ആയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇത്രയും സ്നേഹിച്ച് നമ്മുടെ ഉള്ളത്തിൽ വന്നിരിക്കുന്ന ദൈവാത്മാവിനെ ഹല്ലേലൂയ. ശരി. അപ്പൊ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇത്രയും സീരിയസ് ആയി ദൈവം എന്ത് ചെയ്യുന്നത് കാണുന്നത്. കർത്താവായ യേശു പോലും ദൈവത്തിന്റെ ആത്മാവിനെ അത്രയും സീരിയസ് ആയി നമുക്ക് ഇത്രയും വില കൊടുത്ത് തന്നിട്ട് നമ്മൾ അതിന് വിലയേറിയതല്ല എന്ന് ചിന്തിക്കരുത്. ബൈബിൾ അതുകൊണ്ടാണ് എഫെസ്യർ 4:30 എന്ന് വായിച്ചത്. 4:30 എഫെസ്യർ 4:30 എഫെസ്യർ 4:30
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യല്ലേ? ദുഃഖിപ്പിക്കല്ലേ, ദുഃഖിപ്പിക്കല്ലേ. ദുഃഖിപ്പിക്കാൻ അവസരങ്ങൾ വരും, പക്ഷെ ദുഃഖിപ്പിക്കല്ലേ. ആ ഒരു ശീലത്തിലോട്ട് ദുഃഖിപ്പിക്കാതെ വേണം നിങ്ങളെ തന്നെ പണിതെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യപ്പെടുന്നത്? കർത്താവിന് നമ്മെ നിറയ്ക്കാനും കൈപിടിച്ചൊക്കെ ഉയർത്തിച്ച ദൈവിക പദ്ധതിയിൽ നമുക്ക് ഉയരുന്നത് അപ്പോഴാണ്. അതുവരെ നമ്മുടെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും നമ്മൾ ഓടിച്ചാടി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും. പക്ഷെ ദൈവത്തിന്റെ ആത്മാവുമായുള്ള ആ ബന്ധത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ദൈവത്തെ ദുഃഖിപ്പിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ഉയർച്ചയും ദൈവം ഉയർത്തുന്ന ഉയർച്ചയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവ് 63 യെശയ്യാവ് 63 7 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച്. 7 മുതൽ യെശയ്യാവ് 63 7 മുതൽ. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ആ ഞാൻ യഹോവയുടെ കീഴിൽ വാത്സല്യത്തെയും ആ. യഹോവയുടെ സ്തുതിയെയും ആ. അവരുടെ കരുണയ്ക്കും മഹാദയയ്ക്കും ആ. ഒത്തവണ്ണം അവർ ഇസ്രായേൽ ഗുണത്തിന് ആ. കാണിച്ച വലിയ നന്മയ്ക്കായും ആ. കീർത്തിക്കും. ശരി, ഇത് ഭയങ്കര മനോഹരമായ ഒരു ഭാഗമാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പരിശുദ്ധനെ കുറിച്ച് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ യെശയ്യാവിനെ കുറിച്ച് വായിക്കുമ്പോൾ യെശയ്യാവ് ചില ഭാഗങ്ങളിൽ ദൈവത്തെ പ്രിയതമൻ എന്നുള്ളൊരു പദം കൊടുത്തിട്ടുണ്ട്. അറിയാം, 5-ാം അധ്യായത്തിലാണ് ഞാൻ എൻ്റെ പ്രിയന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് ഞാൻ എന്ത് ചെയ്യും ഒരു പാട്ട് പാടും എന്നുവെച്ചാൽ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് യെശയ്യാവ് അനുഭവിച്ച അനുഭവം. ദൈവത്തെ എങ്ങനെ കാണുകയാണ്? ദൈവത്തെ പ്രിയനെ പോലെ കാണുകയാണ്. എന്നുവെച്ചാൽ തൻ്റെ ഉള്ളിൽ അങ്ങനെ പണിയപ്പെടും. യെശയ്യാവ് ഒരിക്കൽ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുക? യെശയ്യാവ് കവണ്ട് കിടന്ന് കരഞ്ഞു അല്ലേ? എന്തിനാ കരഞ്ഞത്? ദൈവത്തിന്റെ ആ സാന്നിധ്യം കണ്ടപ്പോൾ, ദൈവത്തിന്റെ ആ തീഷ്ണത കണ്ടപ്പോൾ അല്ലേ? ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അല്ലേ, ആലയത്തിൽ നിറഞ്ഞു നിൽക്കും, വസ്ത്രം ആലയത്തെ നിറച്ചിരിക്കുന്നു. പിന്നെ അടുത്ത് കണ്ടതെന്തിനാണ്? സാറാഫുകൾ എന്ത് ചെയ്യണം? അവൻ്റെ ചുറ്റിലും എന്ത് ചെയ്യണം? പറന്ന് ഒരുത്തനോടൊരുത്തൻ മുഖം കാണുമ്പോൾ എന്തോ പറയുന്നത്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് പറന്ന് നടക്കുന്ന കാഴ്ച ആരും കാണുകയാണ്. യെശയ്യാവ് അപ്പൊ ഇതെല്ലാം കണ്ട് ഉടനെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്? ഉടനെ കവിണ്ണ് വീണോന്ന് കരഞ്ഞിട്ട് പറഞ്ഞു, അയ്യോ യഹോവേ, ഞാൻ അരിഷ്ട മനുഷ്യൻ അല്ലേ, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ നടുവിൽ ഞാൻ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. അപ്പൊ ഉടനെ കർത്താവ് പറയുന്നുണ്ട്, പേടിക്കണം, 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 പേടിക്കണം. ഉടനെ കെരൂബുകൾ ഒരുത്ത ഓടി വന്നിട്ട് എന്ത് ചെയ്തു? നാക്കിലൊരു തീക്കറിന് തൊട്ടിട്ട് പറഞ്ഞു, ഇത് നിന്റെ, ഉടനെ ദൈവം പറഞ്ഞത്, ഇത് നിന്റെ നാവിന് തൊട്ടതിനാൽ എന്ത് ചെയ്തിരിക്കും? നിന്റെ അകൃത്യം നീങ്ങി നിന്റെ നാവിന് എന്ത് ചെയ്തിരിക്കും? ആ സ്നേഹം നോക്കിക്കോണം. അപ്പൊ അതുകൊണ്ട് യെശയ്യാവിന് ദൈവം ആരായി മാറി? പ്രിയനാണെന്ന് മനസ്സിലായി. പ്രിയന്റെ സ്നേഹം. ഹല്ലേലൂയ. ഇപ്പൊ ഈ മനുഷ്യൻ പറയുന്ന വാക്കാണ് 63 അധ്യായത്തില് ഇസ്രായേലിനെയും നോക്കിയിട്ട്, ഇസ്രായേലിനെയും ദൈവത്തിന്റെ സ്നേഹത്തെയും നോക്കിയിട്ട്, ആദ്യം ദൈവത്തെ നോക്കി, ഇസ്രായേലിനെ നോക്കി. അപ്പം ദൈവത്തെ നോക്കിയിട്ട് ഇസ്രായേലിനെ നോക്കിയപ്പം കണ്ട കാഴ്ച എന്ന് പറയാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നോക്കി അതിന്റെ 7 മുതൽ ഞാൻ വായിക്കാവേ. യഹോവ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും യഹോവയുടെ സ്തുതിയെയും അവന്റെ കരുണയ്ക്കും മഹാദയയ്ക്കും ഒത്തവണ്ണം അവൻ ഇസ്രായേൽ ഗൃഹത്തിന് കാണിച്ച വലിയ നന്മയെയും ഞാൻ കീർത്തിക്കും. ആ പറഞ്ഞ പദങ്ങൾ നിങ്ങൾ ഓരോ സമയം ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ ആഴത്തിൽ ആ സ്നേഹത്തെ കുറിച്ച് ഓർത്ത് അലിഞ്ഞ് അത് ചേരും. ഹല്ലേലൂയ അല്ലെ? യഹോവയുടെ പ്രീതി വാത്സല്യത്തെയും അവന്റെ സ്തുതിയും അവന്റെ കരുണയും ഇത് മഹാദയയും എല്ലാം വലിയ നന്മയും കീർത്തിക്കുക. അനുസരിച്ച് കേട്ടോണ്ട്, അവർ എൻ്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരെ പ്രത്യേകിച്ച് നന്നായിട്ട് അവനെ അറിഞ്ഞില്ല. അവനടുത്ത് പ്രത്യേകിച്ച് ഇടപെടാൻ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു, ഈ മക്കൾ എൻ്റെ മക്കൾ ആരാണ്? കപടം കാണിക്കാത്ത മക്കളാണ്. അത് ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റൂ. അവരടുത്തൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും ദൈവം പറഞ്ഞു എന്തുകൊണ്ട് ഇവരെന്റെ ആരാണ് അല്ലെ? ഇസ്രായേലിന്റെ ഇടയിൽ വിടുവിച്ചപ്പോൾ നമുക്കറിയാമല്ലോ, ദൈവം എന്ത് ചെയ്തിട്ടില്ല? അവരിൽ കുറവുണ്ടെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് കുറവ് ഉണ്ടല്ലേ? ഹല്ലേലൂയ അല്ലെ? ചെങ്കടലിന്റെ കാര്യം വന്നപ്പോൾ അവരെന്ത് ചെയ്തു?
ദൈവത്തിന് മോശയ്ക്ക് എതിരായിട്ട് പിറുപിറുപ്പ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? പുറകെ പറവ് വരുന്നത് കണ്ടപ്പോൾ ഫ്രണ്ടിൽ ചെങ്കടലുണ്ടാകുന്നത് അപ്പോഴും മോൻ എന്ത് ചെയ്തവര് തനി നിറം കണ്ടു. ദൈവത്തിന് അറിയാനിട്ടാണ് ഇത് ഈ പ്രശ്നമില്ല, പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം. പ്രശ്നം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ദൈവം സ്നേഹിച്ചപ്പോൾ എങ്ങനെ സ്നേഹിച്ച ഇവരെൻ്റെ മക്കൾ എങ്ങനെയുള്ളവരായിരിക്കും? അവർ ഒരു കവടവും ഇല്ലാത്ത മക്കളാണ്. എന്താണ് അത് വെച്ചാൽ ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒന്നും നമ്മുടെ അടുത്ത് ഇടപെടാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ഹൃദയം അങ്ങനെയുള്ളതാണ്. ശരിയാണ്. ഹല്ലേലൂയ. ശരി. ദൈവം എന്താ പറഞ്ഞ് 8-ാം വാക്യം, അവർ എൻ്റെ ജനം കപടം കാണിക്കാത്ത മക്കൾ തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു. അടുത്ത് നോക്കി, അവന്റെ കഷ്ടതയിലൊക്കെയും അവൻ എന്ത് ചെയ്യുന്നു? കഷ്ടപ്പെട്ടു അല്ലെ? കഷ്ടതയിൽ ഇസ്രായേലിന്റെ കഷ്ടതകളെല്ലാം ദൈവത്തിന്റെ കഷ്ടത പോലെയായിരുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിൽ അത് വേദനയായിരുന്നു. അവന്റെ സമ്മുഖ ദൂതൻ അവനെ എന്ത് ചെയ്തു? രക്ഷിച്ചു. അടുത്ത തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവനെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവനെ ചുമന്നുകൊണ്ട് നടന്നു. ഹല്ലേലൂയ. ചുമന്നു നടക്കാൻ വരെ ദൈവം എന്താ റെഡിയായി. അടുത്ത് നോക്കി, എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? ദുഃഖിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അപ്പോൾ അവന്റെ ജനം മോശയുടെ പുരാതന കാലം ഓർത്ത് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടാ ദൈവത്തിന് തീരെ സഹിക്കാൻ പറ്റാത്ത എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചപ്പോഴാണ്. ഹല്ലേലൂയ. അപ്പൊ അത് ദൈവത്തിന് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ല എന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ നിമിഷം ഹല്ലേലൂയ. ശരി. അപ്പോൾ ദൈവത്തോട് എന്ത് ചെയ്യുക? ചേർന്ന് എന്ത് ചെയ്യുക? നടക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ് നിങ്ങൾ പ്രാപിക്കുക. നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരളവിൽ നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. പക്ഷെ അതേസമയം ഒരു നിറവിന്റെ അനുഭവം വേണമെന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പൊ അത് നിങ്ങൾ ചോദിക്കണം. കർത്താവ്, എനിക്ക് അങ്ങയുടെ നിറവിനെ വേണം, അങ്ങയെ എനിക്ക് അറിയണം കർത്താവ്. നിങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് കർത്താവ് നിങ്ങൾ എന്ത് ചെയ്യും? നിറഞ്ഞ് കവിയുന്ന അനുഭവങ്ങൾ. നിറഞ്ഞു കവിയുന്ന അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ദൈവാത്മാവ് നിങ്ങൾക്ക് ഉച്ചരിക്കാൻ നൽകുന്നത് പോലെ നിങ്ങൾക്ക് അന്യഭാഷകൾ എന്ത് ചെയ്യാൻ കഴിയും? സംസാരിക്കാനായി കഴിയും. ആദ്യം നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന അന്യഭാഷ എന്ന് പറയുന്നത് ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഷയായിരിക്കും. അതിനുശേഷം പുറപ്പെട്ടു വരുന്നത് എന്തായിരിക്കും? ശുശ്രൂഷയൊക്കെ നിൽക്കുന്ന സമയത്ത്, ചർച്ചിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ജനങ്ങളോട് സംസാരിക്കുന്ന ആലോചന അന്യഭാഷയിൽ വന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന കൃപ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് ദൈവാത്മാവ് തരുന്ന ദർശനവും കാഴ്ചപ്പാടും അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കും. അപ്പൊ അത് പ്രവചന ശബ്ദമായി ദൈവത്തിന്റെ ആലോചനയായി നമുക്ക് നൽകപ്പെടാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ നിറഞ്ഞു കവിയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം പ്രാപിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള ആ നിറവ് കൊണ്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തിന്റെ കർത്താവിനോട് കൂടുതൽ സംസാരിച്ച്, കർത്താവ് എന്നെ നിറയ്ക്കണേ അപ്പ, ഇന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവ്, എനിക്കാനുള്ള ജ്ഞാനം തരണം, അല്ലെങ്കിൽ ദൈവവചനം ഷെയർ ചെയ്യാൻ പോകുന്നത് കർത്താവ് എനിക്കാനുള്ള ദൈവവചനം ഷെയർ ചെയ്യാനുള്ള കൃപ തരണം എന്നൊക്കെ പറയുമ്പോൾ ദൈവം ഒരാളോ ഇപ്പോൾ നമ്മൾ പത്രോസ് യോഹന്നാനും സഭയും എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് കർത്താവെ അങ്ങയുടെ വചനം ഈ ഭീഷണിയുടെ നടുവിൽ അങ്ങയുടെ വചനം പറയാൻ നിങ്ങൾ എന്ത് ചെയ്യണമേ? ധൈര്യം തണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ പരിശുദ്ധമായി നിറച്ചില്ലേ? പരിശുദ്ധമായി വീണ്ടും നിറച്ചിട്ട് എന്ത് ചെയ്തു? അവരെ ശക്തീകരിച്ചു. എഫെസ് ലേഖനത്തെ കുറിച്ച് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എഫെസ് ലേഖനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്ക് വീണ്ടും അല്ലേ കർത്താവിനോട് ചോദിച്ച് വാങ്ങാനുള്ള അവകാശമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കാൻ അവകാശമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കണോ? നിങ്ങൾ ആ വാക്യം നോക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാതെ. എഫെസ് ലേഖനത്തില് എഫെസ്യർ 5-ാം അധ്യായത്തില് എഫെസ് ലേഖനം 5-ാം അധ്യായത്തില് 18 മുതലുള്ള വാക്യം നോക്കി. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. അടുത്തെന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടിയും. അപ്പോൾ പരിശുദ്ധമായ നിറവിലുള്ള പ്രത്യേകം നോക്കിക്കോണം. ഒന്ന്, നിങ്ങൾക്ക് വാ തുറന്ന് പറയാനായി കഴിയും. ദൈവത്തിന്റെ ആത്മാവിന്റെ മർമ്മങ്ങൾ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ വായിലൂടെ പറയാനായി കഴിയും. ഹല്ലേലൂയ. അതേസമയം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാനും പാടാനും ഒക്കെ കഴിയും. നിങ്ങളുടെ നിറവ് വരുന്ന സമയത്ത് ആ നിറഞ്ഞിരിക്കുന്ന നിറവ് വരുന്ന സമയത്ത് നിറഞ്ഞ് ഇരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അതിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യും? പുറത്തേക്ക് വരും എന്നുള്ള കാര്യം മറക്കത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് അതെന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ.
അല്ലെ കീർത്തനം ചെയ്ത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി എന്ത് ചെയ്യുവൻ? സ്തോത്രം ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യുവൻ? കീഴ്പ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ശരി, അപ്പൊ അതുപോലെ നമ്മൾ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലപ്രവൃത്തി 5 അത് വേഗത്തിൽ നോക്കുക. അപ്പോസ്തലപ്രവൃത്തി ഹല്ലേലൂയ അപ്പോസ്തലപ്രവൃത്തികളിൽ 5:15 മുതൽ വായിക്കുമ്പോൾ 5:15 മുതൽ അവിടെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രോസ് എന്ത് ചെയ്യുന്നു? പത്രോസ് നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ്? ചുറ്റിലും ആ ദേശത്തുള്ള ആൾക്കാർ ഒന്ന് വായിച്ചു നോക്കി. 5 അല്ല സോറി അപ്പോസ്തലപ്രവൃത്തി 5 വേഗത്തിൽ വായിക്കുന്നത് പ്രാർത്ഥിക്കും. ഇത്തിരി ചൂട് പുറത്ത് സഹിച്ചാൽ കുഴപ്പമില്ല. 5:15 വരെ വായിക്കും. രോഗികളെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരുടെ വല്ലവരുടെ മേലും വീഴേണ്ടതിന് വിധികളിൽ വിരിപ്പിന്മേൽ കിടക്കമേലും കിടത്തും. അതുകൂടാതെ യെരൂശലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവർ എല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ് നിഴല് തട്ടുമ്പോൾ സൗഖ്യമാകുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം നിങ്ങളെ കാത്തു സൂക്ഷിച്ച ദൈവത്തോടുള്ള ബന്ധവും പരിശുദ്ധാത്മാവിന്റെ നിറയുന്ന അനുഭവം നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിറഞ്ഞ് കവിയുന്ന പാത്രങ്ങളായി മാറും. നിറഞ്ഞ് കവിയുന്ന പാത്രം എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റിലും എന്തുണ്ടാകും? ദൈവത്തിന്റെ ഒരു സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ നിറയപ്പെട്ടതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഒരിക്കൽ പൗലോസിന്റെ ശരീരത്തിൽ നിന്ന് റൂമാല ഉത്തരീയവും കൊണ്ട് രോഗിയുടെ ഇടുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു? കർച്ചീഫ്, തന്റെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന കർച്ചീഫ് കൊണ്ട് രോഗിയുടെ മേൽ ഇട്ട് കഴിഞ്ഞാൽ രോഗികൾ എന്ത് ചെയ്യുമായിരുന്നു? സൗഖ്യം പ്രാപിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ ശരീരത്തിൽ തന്റെ മേൽ പകരപ്പെടുന്ന അഭിഷേകം, ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ത് ചെയ്യുകയാണ്? വസ്ത്രത്തിനും വ്യാപരിക്കുന്നത് കൊണ്ട്. അഭിഷേകമുള്ളവരുടെ അഭിഷേകത്തിന്റെ നിറവ് നിങ്ങൾ പ്രാപിക്കുമ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിന്റെ മേൽ എന്ത് ചെയ്യപ്പെടും? ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു പകർച്ച ഉണ്ടാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഒരു ദുരാത്മാവ് വായിച്ച ഒരാളുടെ അടുത്ത് കൊണ്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ദുരാത്മാവ് എന്ത് ചെയ്തിട്ട് പോകും. ഹല്ലേലൂയ. അല്ലെ യഹോവയുടെ പെട്ടകമെടുത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് വെച്ചിട്ട് എന്ത് പറ്റി? ദാഗോൻ പൊട്ടി തകർന്ന് താഴെ വീഴുന്നു. ബൈബിളിൽ അങ്ങനെ ഉണ്ടല്ലോ ആക്കി. അതുപോലെ സംഭവിക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ വഹിക്കുക, നമ്മൾ ചുമക്കുക. കർത്താവിനുള്ള പണ്ട് ലേവ്യര് തോളിൽ യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പോയതുപോലെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ദൈവസാന്നിധ്യം. ഫസ്റ്റ് ദൈവത്തോടുള്ള ബന്ധം, 2 പരിശുദ്ധാവോ കർത്താവ് വാക്ക് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, 3 നിറഞ്ഞ് കവിയുന്ന അനുഭവം കാത്തു സൂക്ഷിക്കാൻ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ദൈവത്തിന്റെ ലേവ്യന്മാര് തോളില് യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് പോയതുപോലെ അല്ലെ അവരന്ന് ചുമക്കുക, പുറമെ ചുമക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ ഉള്ളത്തിൽ എന്ത് ചെയ്യുകയാണ്? ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടമില്ലാതെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൽ അത് ഫീൽ ചെയ്യും. ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളെ വിട്ട് അഭിഷേകത്തിൽ നിന്ന് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിന് മാറ്റം ഉണ്ടാകും. അതിന്റെ പിന്നെ എന്തുണ്ടാകും? അഭിഷേകത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത് തിരിച്ചറിയാൻ പറ്റും. ദൈവഹിതമല്ലാത്തടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാവും. അതിന്റെ വിശുദ്ധി എന്താണെന്ന് മനസ്സിലാവും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെക്കുറിച്ച് മനസ്സിലാവും. ദൈവത്തിൽ ചേർന്നിരിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാവും. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് നടന്നു പോകുമ്പോൾ നിഴല് തട്ടുന്ന ഒരു സൗഖ്യത്തിന്റെ കാര്യം എന്താണ്? ദൈവസാന്നിധ്യത്തിന്റെ നിറഞ്ഞു കവിയുന്ന അനുഭവം സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. പണ്ട് കാതറിൻ കൂൾമാൻ എന്ന് പറഞ്ഞ സൗകര്യമുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട് അവരുടെ മെസ്സേജ്. പക്ഷെ ഒത്തിരി മെസ്സേജ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 1974 എന്തോ വെച്ചു. പക്ഷെ ഈ കാതറിൻ കൂൾമാൻ ആണെങ്കിൽ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്തതിന് ശേഷം രോഗികൾ സൗഖ്യമാകുമായിരുന്നു. ദൈവത്തെ നന്നായിട്ട് ആരാധിക്കുമായിരുന്നു. ആരാധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ആ ബിൽഡിങ്ങിന്റെ അകത്ത് ഇറങ്ങി വരുമായിരുന്നു. ജനങ്ങളെല്ലാം എന്ത് ചെയ്യപ്പെടുമായിരുന്നു? തൊടപ്പെടുന്ന അനുഭവം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഈ സിസ്റ്റർ ഒരിക്കൽ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അനേകരും എന്ത് ചെയ്യും? ദൈവാത്മാവിൽ നിലത്ത് വീണു. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച് അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഒത്തിരി പേര് കർത്താവ് തൊട്ടു. ഒത്തിരി പേര് കർത്താവിന്റെ ആ സ്പർശനം എന്താണെന്ന്
അവർ തിരിച്ചറിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യുന്നറിയാമോ, അവർക്ക് ഫ്രണ്ട് വഴി പോകാനുള്ള വഴിയിൽ ജനക്കൂട്ടം വന്ന് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് വഴി പോകാൻ വഴിയില്ല. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ വെച്ചുള്ള മീറ്റിംഗാണ്, ഗ്രൗണ്ടിലല്ല ബിൽഡിങ്ങിലാണ് വെച്ച് നടക്കുന്നത്, ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ്. അപ്പോൾ സംഘാടകർ പറയുന്നത് നമുക്ക് ഫ്രണ്ട് വഴി പോകാനുള്ള വഴി ഇല്ല, കാരണം എല്ലാവരും കൂടെ സിസ്റ്ററിനെ എന്ത് ചെയ്യും, ഞെരിക്കുമ്പോൾ നിങ്ങൾ സിസ്റ്റർ ആപ്പടെ ഉണങ്ങിയ ഒരു സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് അത് വഹിക്കാനുള്ള കപ്പാസിറ്റി കാണില്ല. അപ്പം അതുകൊണ്ട് പറഞ്ഞ സിസ്റ്റർ പേടിക്കേണ്ട, എന്ത് ചെയ്യാം, നമുക്കാണെങ്കിൽ സൈഡിൽ അവിടെ ഒരു കിച്ചൺ റൂമുണ്ട്. കിച്ചൺ റൂമിൻ്റെ സൈഡ് വഴിയുള്ള ഒരു വഴിയുണ്ട്. കിച്ചൺ റൂമിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി എന്ത് ചെയ്യാന്ന് പറഞ്ഞു, അവിടെ ഒരു എക്സിറ്റിൻ്റെ ഡോറുണ്ട്. ആ വഴി പോയി എന്ത് ചെയ്യുക, ബാക്ക് സൈഡിൽ വണ്ടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ തോന്നി പോകാൻ തോന്നും, അവിടെ നിന്ന് ഹോട്ടലിലോട്ട് പോകാൻ തോന്നും. അപ്പം അങ്ങനെ വലിയ സംഘടനകളെല്ലാം കൂടെ എന്ത് ചെയ്യും, നാല് വഴിക്ക് പ്രൊട്ടക്ഷനായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഈ കിച്ചൺ റൂമിൻ്റെ അകത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന ഉടനെ കിച്ചൺ റൂമിൽ എല്ലാവരും നിലത്ത് വീഴും. എല്ലാവരും പറന്ന് എന്ത് ചെയ്യണം, നിലത്ത് വീഴുകയാണ്. ഇപ്പം സിസ്റ്റർ വേറൊന്നും പറഞ്ഞില്ല, പരിശുദ്ധമോ തുറട്ടെ ഒന്നും പറഞ്ഞില്ല, ഈ പാസ് ചെയ്ത് പോയാലേ ഉള്ളൂ. കാരണം പണ്ട് ബെനീൻ പറയാം, എനിക്ക് ബെനീനാണെങ്കിൽ അടുത്ത് പ്രസംഗിക്കാന്ന് ഇരിക്കുന്നത് കാണാം. അന്നത്തെ ഒരു ചർച്ചിലെ അച്ഛൻ ഒരു പള്ളിയിലെ അച്ഛൻ, നല്ല വണ്ണവും സൈസുള്ള ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ സമയത്ത് ബെനീനാണെങ്കിൽ പോയി സ്റ്റേജിൽ നിന്നിട്ട് പ്രാർത്ഥിച്ച് വിടുകയാണ്. മൊത്തം ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. ഇപ്പം ബെനീനൊക്കെ എന്ന് പറഞ്ഞാൽ ദൂരെ ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാലും മതി, കർത്താവ് ജനത്തിന്റെ ഇടയിൽ തൊടുന്ന അനുഭവം ഉണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിക്കോളും. പക്ഷെ അന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവർക്കും ഓരോരുത്തരെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, അവരുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അന്നത്തെ സമയത്ത് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒന്നും പ്രാർത്ഥിക്കത്തില്ല, മറ്റു ദൈവദാസന്മാർ സ്റ്റേജിലുള്ളവരെയും കൂടെ നിർത്തുമായിരുന്നു. അപ്പൊ അന്ന് തന്നെ ആ സ്റ്റേജിൽ കുറെ അവിടുത്തെ പള്ളിയിലെ അച്ഛന്മാർ അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, അത് സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് നമുക്കൊരു 5 ദൈവദാസന്മാരെ ഇന്ന് രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ രോഗികളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു, നിരന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പം എല്ലാ ദൈവദാസന്മാരെയും എൻ്റെ ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞു, വന്ന് നിരന്ന് നിൽക്കാൻ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, കർത്താവ് തൊടുവെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വലിയ കാര്യത്തിൽ എന്ത് ചെയ്യുന്ന ഓരോരുത്തർ തൊട്ടപ്പോൾ ഒരു പണി വെച്ച മാറി പേടിച്ചിരിക്കുന്നത്, ഒരു ഞാൻ ഇനി എന്നെ കൊണ്ട് പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. അപ്പൊ ഈ ദൈവം ഇപ്പൊ ബെന്നിയും പറഞ്ഞൊരു കാര്യം, അച്ഛൻ ഇങ്ങോട്ട് ഇവിടെ നിന്ന് എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ മറ്റവരോട് പ്രാർത്ഥിക്കുകയല്ലേ, ഞങ്ങളോട് ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അപ്പൊ ഈ പള്ളിയച്ഛനാണെങ്കിൽ ഇങ്ങനെ മനസ്സോടെ വന്നിട്ട്, കാരണം അച്ഛനെ ചിരിച്ചിട്ടു. ഫസ്റ്റ് ആളുടെ തലയിൽ എന്ത് ചെയ്തു, കൈവച്ച ഉടനെ ആ വ്യക്തി പരിശുദ്ധന്മാരുടെ താഴെ ഇതൊന്നും വല്ലാതെ അത്ഭുതമായിരിക്കും, എന്തുകൊണ്ട് ഈ താഴെ എടുക്കും. വീണ്ടും എന്ത് ചെയ്ത് അടുത്ത ആളുടെ തലയിലോട്ട് കൈവച്ചു, അയാൾ താഴെ. ഈ അച്ഛൻ ബാക്കിയുള്ളൊരു പ്രാവശ്യം നീക്കുകയാണ് മറ്റുള്ളവർക്ക്, പക്ഷെ ഈ അച്ഛൻ തൊടുന്നത് എല്ലാവരും എന്ത് ചെയ്ത് താഴെ പോകുന്നു. അപ്പൊ എല്ലാവർക്കും അത്ഭുതം, ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് തൊടുന്നത്. അവസാനം ഇദ്ദേഹം തിരിഞ്ഞ് ബെന്നിനെ നോക്കിയിട്ട് ചോദിച്ചത് എന്താണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവ് അച്ഛൻ്റെ മേൽ ദൈവസാന്നിധ്യം പകരുന്നതാണ്. അപ്പൊ അച്ഛൻ തൊട്ടാൽ മതി, ബാക്കി കർത്താവ് എന്ത് ചെയ്തോളൂ, ആൾക്കാരെ തൊട്ടോളൂ എന്ന് പറയുന്നത്. പക്ഷെ ആവിടെ നല്ല ആവേശത്തോടെ കൈ പൊക്കി പിടിച്ചതാണ്. പിന്നെ അച്ഛൻ താത്തതേ ഇല്ല, എല്ലാവർക്കും അച്ഛൻ മനസ്സിലാക്കി. അച്ഛൻ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അച്ഛൻ കുറച്ചു നേരം ഒന്ന് കൈ റിലാക്സ് ചെയ്ത് താഴെ ഒന്നാക്കി ഒന്ന് കൈ വേദനിക്കാതെ താത്തോളാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇല്ല ഈ അഭിഷേകം ചോർന്നു പോയല്ലോ, ചെയ്യണമെങ്കിലോ ഇത് നഷ്ടപ്പെട്ടു പോയാലോ, നഷ്ടപ്പെട്ടു പോയപ്പോഴല്ല കൈ പൊക്കി നോക്കി. അപ്പൊ ഈ അച്ഛൻ കൈ തന്നെ പൊക്കി പിടിച്ചിട്ട് കാരണം എല്ലാവരും തൊടുന്ന എല്ലാവരും തഴയ വീഴുകയാണ്. അപ്പൊ ഇങ്ങനെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തൊട്ട് അടുത്തൊരു ഇതുണ്ടായിരുന്നു, അതൊരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഹോസ്പിറ്റലിലെ നഴ്സുമാര് അവിടെ വന്നിട്ട് പറയുന്നത് ദൈവസ്ഥാനത്ത് ശക്തമായിട്ട് ആ ഗ്രൗണ്ടിൽ വ്യാപരിക്കുന്നത് മനസ്സിലായി. അപ്പം ഇവരെടുത്ത് പറയുന്നത് ദേവി ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വന്ന് എന്ത് ചെയ്യാൻ പറയുന്നു, രോഗികൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു. അപ്പൊ ഉടനെ എല്ലാവരും കൂടെ പാസ്റ്റർമാരെല്ലാം കൂടെ പറഞ്ഞു ശരി നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം അങ്ങോട്ട് പോവാം. അപ്പൊ ഈ അച്ഛൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് കൈ പിടിച്ചോടിക്കല പോവാണ്. അപ്പൊ അച്ഛൻ നേരെ പോയി ഹോസ്പിറ്റലിന്റെ അകത്തോട്ട് കയറി വെയിറ്റിംഗ് റൂം മുതൽ എല്ലാവരുടെ തലയിൽ കൊണ്ട് കയറിച്ചു. ഈ തൊടുന്ന എല്ലാവരും താഴെ എല്ലാവരും താഴെ. അച്ഛൻ നേരെ പോയി അവിടെയുള്ള ഹോസ്പിറ്റലിൽ പെട്ടുള്ള രോഗികളൊക്കെ കഴിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി. ശക്തമായ ദൈവപ്രവൃത്തിയുള്ളത്. പക്ഷെ ഈ പല ഇതിൽ വീണ ആൾക്കാർക്ക് പലർക്കും അറിയില്ല ഇതെന്താണെന്ന്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് തൊടുന്ന അനുഭവം അവരനുഭവിച്ചു. എന്നുവെച്ചാൽ കർത്താവിന്റെ ആ ഒരു ഇടപെടുന്ന ഒരു അനുഭവം. ശൗല് താഴെ വീണു. ശൗല് കർത്താവിന്റെ വെളിച്ചം കണ്ടു താഴെ പോയി. ഇതെന്താ ചോദിച്ച ചോദ്യം എന്തിനാണ്?
കർത്താവ് നീ ആരാകുന്നു കർത്താവ്? ഈ തൊട്ടെന്റെ ഇട്ട് ശരിയാണ്, പക്ഷെ നീ ആരാ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നീ ബാക്കി മനസ്സിലായി കൊടുക്കും. പക്ഷെ ദൈവത്തിന്റെ പ്രവൃത്തി അത്രമാത്രം ഭയങ്കരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ഒരു നിറവ് നമ്മുടെ മേൽ ദൈവം പകരാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോവേൽ പ്രവാചന പുസ്തകത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം എന്ന് പറയുന്നത് അന്ത്യനാളിൽ ഏതെങ്കിലും കുറച്ചുപേരുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്നല്ല പറഞ്ഞത്. പിന്നെ എന്തിനാണ്? അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരാൻ എനിക്ക് ആഗ്രഹമാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും എന്ത് ചെയ്യണം? പ്രവചിക്കണം. യൗവനക്കാരെന്ത് ചെയ്യണം? ദൈവികമാകുന്ന ദർശനങ്ങൾ കാണണം. ഭാവിയെക്കുറിച്ചുള്ള ദർശനങ്ങൾ കാണണം. സ്വർഗീയ ദർശനങ്ങൾ കാണണം. വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണണം. ദൈവികമാകുന്നത്. ഹല്ലേലൂയ. ഒരു ദിവസം എഴുന്നേൽക്കുക. ആ സമയം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ എന്ത് ചെയ്യപ്പെടട്ടെ? ദൈവം പകർന്ന് നമ്മെ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പൊ യെരൂശലേമിലെ സഭ അത്രമാത്രം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചെങ്കിൽ നമ്മളും എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഇടപെടൽ വെളിപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഈ സമയം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ നമ്മൾ ഇടപെട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ മനസ്സോടെ എന്ത് ചെയ്യുക? ക്ഷമ ചോദിക്കുക. മനസ്സിലാകും? കർത്താവെ, എനിക്ക് ഞാൻ എൻ്റെ വായിൽ, വാക്കുകളിൽ, എൻ്റെ ഇടപെടലുകളിൽ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന, പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്ന കർത്താവ് എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങയുടെ വ്യാജം കാണിക്കുന്ന അളവിൽ ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ക്ഷമിക്കണമേ. ദൈവപിതാവെ, യേശുവിൻ്റെ നാമത്താലും യേശുവിൻ്റെ രക്തത്താലും എന്നെ കഴുകണമേ. ദൈവപിതാവെ, അങ്ങയുടെ സ്നേഹത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കണമേ. ഞാൻ അങ്ങയുടെ പൈതലായി അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ, അങ്ങയുടെ കൃപയിൽ മറയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. ദൈവപിതാവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ സഭയായി വേണ്ടുന്ന സകല ക്രമീകരണങ്ങൾ, പരിശുദ്ധാത്മാവെ ആത്മീയ ഐക്യവും കർത്താവെ നിരപ്പിന്റെ അനുഭവവും പരിശുദ്ധാത്മാവ് പകരുമാറാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ദൈവപിതാവെ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ സമയം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരം വയ്ക്കണേ. അപ്പ ആവശ്യമാകുന്ന ബലം പരിശുദ്ധാത്മാവെ അങ്ങ് നൽകണമേ. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം ഗ്രഹിക്കാൻ എല്ലാ ഉള്ളങ്ങളെയും കൊള്ളണേ. അപ്പ യേശുവേ, പ്രിയമുള്ളവരുടെ ഹൃദയം എങ്ങനെയെന്നും അങ്ങയിൽ നിന്ന് പ്രാപിക്കാൻ എങ്ങനെയാണ് ഇവർ വാഞ്ചിക്കുന്നതെന്നും അങ്ങേക്ക് നന്നായിട്ട് അറിയാം. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഉള്ളതിന്റെ വാഞ്ച അനുസരിച്ച് അതേസമയം പകരുന്ന ദൈവത്തിന്റെ ആ സ്നേഹമുള്ള ആ ഹൃദയത്തിന്റെ നിറവിൽ നിന്നും ഓരോരുത്തരുടെ പേരും ആവശ്യമായ ദൈവത്തുക യേശുവിന്റെ നാമത്തിൽ പകർന്നാൽ ബലപ്പെടുത്തിയാലും പ്രാർത്ഥിക്കുന്നു. ആവശ്യമാകുന്ന യേശുവിന്റെ നാമത്തിൽ പകരണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ മണ്ഡലങ്ങളിലേക്ക് ദൈവപ്രവൃത്തിയാകുന്ന ദൈവികമാകുന്ന ശുദ്ധീകരണവും ബലവും ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവും അതിനെ പകരണയപ്പ. കർത്താവിൽ അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവില്ലെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ദൈവാത്മാവിന്റെ സന്തോഷത്തിൽ നിറയുവാൻ, കർത്താവിന്റെ സ്നേഹത്തിൽ ബലപ്പെടുവാൻ പരിശുദ്ധാത്മാവെ കൃപ ചെയ്താലും അനുഗ്രഹിച്ചാലും ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം പരമായി തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്ന് ഞങ്ങളുടെ നടുവിൽ ചെയ്യുന്ന കർത്താവ്, ഈ സഭയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഉള്ളവങ്ങ് അറിയുന്നപ്പ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണേ കർത്താവേ. എവിടെയൊക്കെ ഒരു ശുദ്ധീകരണവും നീതീകരണവും ആവശ്യമുണ്ടോ അവിടെ ദൈവപ്രവൃത്തിയും ശുദ്ധീകരണവും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം അങ്ങയിൽ നിന്ന് നിറവിനായി ഞങ്ങൾ കൊതിക്കുന്നപ്പ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനെ യേശുവിന്റെ നാമത്തിൽ അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പകർന്നാൽ ഓരോരുത്തരുടെ മേലും ഉച്ചം തലമുള്ള പാദം വരെയും ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ. ആവശ്യമാകുന്ന സൗഖ്യം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിയട്ട്.
അങ്ങയുടെ സ്നേഹത്തിന്റെ മാധുര്യം